കൂട്ടുകാരെ നോക്കി മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുവാണേ. ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് ഇറങ്ങി. അപ്പം നല്ല കാറ്റുമാണ് കേട്ടോ. അതുകൊണ്ടാ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ തണുപ്പും ഒട്ടും തണുപ്പും മഞ്ഞ് പെയ്ത്തും കാറ്റും എല്ലാം കൂടെ ഏറ്റവും സ്ട്രഗ്ലിങ് പീരീഡായി. ഈ രാത്രി ജോലിയും കഴിഞ്ഞുള്ള വരവെന്ന് പറഞ്ഞ കേട്ടോ ഈസിയല്ല. തണുപ്പ് ആർക്കാ വലിയ ഇഷ്ടമുള്ള? ഒട്ടും തണുപ്പ് ആർക്കും ഇഷ്ടമല്ല. ചെറിയൊരു കുളിർക്കാറ്റുമായിട്ടുള്ള തണുപ്പ് പോലെ അല്ലോ. എന്നും ഇടയ്ക്കിടയ്ക്കുള്ള ഈ തണുപ്പും മഞ്ഞ് പെയ്ത്തും നമുക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ജോലിയൊക്കെ കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങാൻ മടി വരും. അതുകഴിഞ്ഞ് പിന്നെ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഇട്ടിട്ട് അല്ലാതെ പോയില്ലെങ്കിൽ എൻജിൻ കേടാവും. അപ്പോൾ അങ്ങനെയും വെയിറ്റ് ചെയ്യണം. മൊത്തത്തിലൊരു നല്ല തണുപ്പ് തന്നെ. ഇതുകൊണ്ടേ ഇരിക്കണം. എത്ര സെൻറ്റിമീറ്റർ ഒന്നും ഞാൻ നോക്കിയില്ല ഇന്നത്തെ പെയ്ത്ത്. അപ്പോൾ മാതിരി പെയ്ത്ത് ഇറങ്ങുന്നുണ്ട്. തുടങ്ങിയതേ ഉള്ളൂ ഇപ്പം മഞ്ഞ് പെയ്ത്ത്. ഇനി കുറച്ച് നേരം നിൽക്കും അങ്ങനെ. അപ്പം ഞാൻ വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. കുറച്ച് നേരം വണ്ടി ചൂടായിട്ട് പോകാനും പറ്റുള്ളൂ. വണ്ടി ഇത് ചൂടാക്കാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിവിടെ. ഭയങ്കര തണുപ്പായിട്ട് ദിവസങ്ങളിൽ ചിലപ്പോൾ നല്ല കാലാവസ്ഥയായിരിക്കും. എന്നും വ്യത്യസ്തമായ കാലാവസ്ഥകളാണ്. നമുക്കൊരു എന്നും കാലാവസ്ഥ നോക്കിയിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വിൻ്റർ ടയർ ഇവിടെ മാറ്റിയിടണം. വിൻ്റർ ടയർ മാറ്റിയില്ലെങ്കിൽ പണി കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം നടക്കട്ടെ കാര്യങ്ങൾ. ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.